ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ടെല്ലാം ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയറിലെ ഒരു ചോദ്യ പേപ്പറാണ് നോക്കുന്നത്. മുൻപിൽ നമ്മളൊരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് സെക്കൻഡ് പാർട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഏത്? ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം. ഓപ്ഷൻസ്: ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി. ആൻസർ ഓപ്ഷൻ ഡി, കബഡി. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത് കബഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക എന്നറിയപ്പെടുന്നത് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ്: സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി, അരുണ ആസഫ് അലി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആൻസർ ഓപ്ഷൻ സി, അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത്? പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം. ഓപ്ഷൻസ്: 2012, 2010, 2009, 2013. ആൻസർ ഓപ്ഷൻ എ, 2012. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് 2012. അടുത്തത്, നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏത്? നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം. ഓപ്ഷൻസ്: 1932, 1924, 1938, 1931. ആൻസർ ഓപ്ഷൻ എ, 1932. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932-ലാണ്. അടുത്തത്, തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത ആര്? തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത. ഓപ്ഷൻസ്: അക്കാമ ചെറിയൻ, അമ്മു സ്വാമിനാഥൻ, അൽഫോൺസാമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി. ആൻസർ ഓപ്ഷൻ സി, അൽഫോൺസാമ്മ. തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി വനിതയാണ് അൽഫോൺസാമ്മ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം. ഓപ്ഷൻസ്: ലഡാക്ക്, വയനാട്, ചാന്ദിനി ചൗക്ക്, ലക്ഷദ്വീപ്. ആൻസർ ഓപ്ഷൻ സി, ചാന്ദിനി ചൗക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലമാണ് ചാന്ദിനി ചൗക്ക്, ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി. ഓപ്ഷൻസ്: പമ്പ, ചന്ദ്രഗിരി, നെയ്യാർ, പാമ്പാർ. ആൻസർ ഓപ്ഷൻ ഡി, പാമ്പാർ. പാമ്പാർ നദിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദി. അടുത്തത്, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത്? വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻസ്: കാഞ്ചീപുരം, വാതാപി, മധുര, ഹംപി. ആൻസർ ഓപ്ഷൻ ഡി, ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹംപിയാണ്. അടുത്തത്, നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? നന്ദനാർ എന്നത് ആരുടെ തൂലികാ നാമമാണ്? ഓപ്ഷൻസ്: PC ഗോപാലൻ, KE മത്തായി, VV അയ്യപ്പൻ, PC കുട്ടിക്കൃഷ്ണൻ. ആൻസർ ഓപ്ഷൻ എ, PC ഗോപാലൻ. നന്ദനാർ എന്നത് PC ഗോപാലൻ്റെ തൂലികാ നാമമാണ്. അടുത്തത്, കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. ഓപ്ഷൻസ്: ഭുവനേശ്വർ, ഗോരഖ്പൂർ, ഗുവാഹത്തി, കൊൽക്കത്ത. ആൻസർ ഓപ്ഷൻ ഡി, കൊൽക്കത്ത. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. അടുത്തത്, ഗുൽസാരിലാൽ നന്ദയുടെ സമാധി സ്ഥലം ഏത്? ഗുൽസാരിലാൽ നന്ദയുടെ സമാധി സ്ഥലം അല്ലെങ്കിൽ അന്ത്യവിശ്രമ സ്ഥലം ഏത്? ഓപ്ഷൻസ്: നാരായൺഘട്ട്, കിസാൻഘട്ട്, വിജയ്ഘട്ട്, അഭയ്ഘട്ട്. ആൻസർ ഓപ്ഷൻ എ, നാരായൺഘട്ട്. ഗുൽസാരിലാൽ നന്ദയുടെ സമാധി സ്ഥലം അല്ലെങ്കിൽ അന്ത്യവിശ്രമ സ്ഥലം എന്നറിയപ്പെടുന്നത് നാരായൺഘട്ടാണ്. അടുത്തത്, കേരള കായിക ദിനം ഒക്ടോബർ 13 ആരുടെ ജന്മദിനമാണ്? കേരള കായിക ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ 13 ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻസ്: PT ഉഷ, GV രാജ, ധ്യാൻചന്ദ്, IM വിജയൻ. ആൻസർ ഓപ്ഷൻ ബി, GV രാജ. GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 കേരള കായിക ദിനമായി ആചരിക്കുന്നത്. അടുത്തത്, പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ ആര്? പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഇംഗ്ലീഷുകാർ. ആൻസർ ഓപ്ഷൻ സി, പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. അടുത്തത്, ജപ്പാൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്ന പേരെന്ത്? ജപ്പാൻ്റെ പാർലമെൻറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: സെനറ്റ്, ഡയറ്റ്, ഡ്യൂമ, കോൺഗ്രസ്. ആൻസർ ഓപ്ഷൻ ബി, ഡയറ്റ്. ജപ്പാൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഡയറ്റ് എന്ന പേരിലാണ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത്? ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ. ഓപ്ഷൻസ്: മലയാളം, സംസ്കൃതം, തെലുങ്ക്, തമിഴ്. ആൻസർ ഓപ്ഷൻ ഡി, തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച
ഭാഷ എന്നറിയപ്പെടുന്നത് തമിഴ് ഭാഷയാണ്. അടുത്തത് ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷം ഏത്? ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷം. ഓപ്ഷൻസ് 1982, 1990, 1985, 1987. ആൻസർ ഓപ്ഷൻ ഡി 1987. ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷമാണ് 1987. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. ഓപ്ഷൻസ് കുന്തലത, വാസനാവികൃതി, ഇന്ദുലേഖ, മാർത്താണ്ഡവർമ്മ. ആൻസർ ഓപ്ഷൻ സി ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ് തിരുവനന്തപുരം, ബാംഗ്ലൂർ, മുംബൈ, ജംഷഡ്പൂർ. ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അടുത്തത് ലോക തണ്ണീർത്തട ദിനം എന്ന്. ലോക തണ്ണീർത്തട ദിനം വരുന്നത്. ഓപ്ഷൻസ് ജനുവരി 4, ഫെബ്രുവരി 2, മാർച്ച് 22, മാർച്ച് 23. ആൻസർ ഓപ്ഷൻ ബി ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം വരുന്നത് അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് ഡേ വരുന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. അടുത്തത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആസ്ഥാനം എവിടെയാണ്? അതായത് ISROയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം വരുന്നത്. ഓപ്ഷൻസ് ഡൽഹി, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ശ്രീഹരിക്കോട്ട. ആൻസർ ഓപ്ഷൻ സി ബാംഗ്ലൂർ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ISROയുടെ ആസ്ഥാനം വരുന്നത് ബാംഗ്ലൂരാണ്. അടുത്തത് ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി. ഓപ്ഷൻസ് കാവേരി, ഗോദാവരി, കൃഷ്ണ, നർമ്മദ. ആൻസർ ഓപ്ഷൻ ബി ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇന്ത്യയിലെ നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. അടുത്തത് കൊല്ലവർഷം ആരംഭിച്ചതെന്ന്. കൊല്ലവർഷം ആരംഭിച്ചത്. ഓപ്ഷൻസ് AD 78, AD 1, AD 825, AD 1001. ആൻസർ ഓപ്ഷൻ സി AD 825. കൊല്ലവർഷം ആരംഭിച്ചത് AD 825-ലാണ്. അടുത്തത് കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് ഏത്? കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ്. ഓപ്ഷൻസ് കണ്ണൂർ, കൊല്ലം, കൊച്ചി, മഞ്ചേരി. ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത് കണ്ണൂരാണ്. അടുത്തത് ഹോക്കിയുമായി ബന്ധപ്പെട്ടത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ഹോക്കിയുമായി ബന്ധപ്പെട്ടത്. ഓപ്ഷൻസ് യൂറോ കപ്പ്, രഞ്ജി ട്രോഫി, കോപ്പ അമേരിക്ക, അഗാൻ ഖാൻ കപ്പ്. ആൻസർ ഓപ്ഷൻ ഡി അഗാ ഖാൻ കപ്പ്. ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പാണ് അഗാ ഖാൻ കപ്പ്. അടുത്തത് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻസ് പാലക്കാട്, ഇടുക്കി, കൊല്ലം, വയനാട്. ആൻസർ ഓപ്ഷൻ ഡി വയനാട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കൃതി. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ. ഓപ്ഷൻസ് ജ്ഞാനപ്പാന, തത്വമസി, ദൈവദശകം, വിശ്വദർശനം. ആൻസർ ഓപ്ഷൻ സി ദൈവദശകം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കൃതിയാണ് ദൈവദശകം. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം. ഓപ്ഷൻസ് കോട്ടയം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ എ കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. അടുത്തത് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ആരുടെ വാക്കുകളാണിത്? ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്നത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻസ് സിഗ്മണ്ട് ഫ്രോയിഡ്, തോമസ് ആൽവാ എഡിസൺ, കാറൽ മാർക്സ്, റെനെ ദെക്കാർത്തെ. ആൻസർ ഓപ്ഷൻ ഡി റെനെ ദെക്കാർത്തെ. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്നത് റെനെ ദെക്കാർത്തയുടെ വാക്കുകളാണ്. അടുത്തത് ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ് ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ. ആൻസർ ഓപ്ഷൻ ബി ബാംഗ്ലൂർ. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അടുത്തത് ചന്ദ്രയാൻ 1-ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 1-ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ. ഓപ്ഷൻസ് വിക്രം സാരാഭായ്, ജി മാധവൻ നായർ, APJ അബ്ദുൽ കലാം, മയിൽസ്വാമി അണ്ണാദുരൈ. ആൻസർ ഓപ്ഷൻ ഡി മയിൽസ്വാമി അണ്ണാദുരൈ. ചന്ദ്രയാൻ 1-ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ എന്നറിയപ്പെടുന്നത് മയിൽസ്വാമി അണ്ണാദുരൈയാണ്. അടുത്തത് കേരളത്തിൻ്റെ തനത് കലാരൂപം ഏത്? കേരളത്തിൻ്റെ തനത് കലാരൂപം. ഓപ്ഷൻസ് കഥക്, യക്ഷഗാനം, കഥകളി, ഭരതനാട്യം. ആൻസർ ഓപ്ഷൻ സി കഥകളി. കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി. അടുത്തത് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആര്? ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ. ഓപ്ഷൻസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി. ആൻസർ ഓപ്ഷൻ എ പ്രസിഡന്റ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് പ്രസിഡന്റാണ്.
അടുത്തത് മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്. ഓപ്ഷൻസ് സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ ടാഗോർ, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലക്. ആൻസർ ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. അടുത്തത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഓപ്ഷൻസ് കെ കേളപ്പൻ, ചട്ടമ്പസ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി. ആൻസർ ഓപ്ഷൻ ഡി അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഇന്ത്യയുടെ ദേശീയ നദി. ഓപ്ഷൻസ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, കാവേരി. ആൻസർ ഓപ്ഷൻ ബി ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. അടുത്തത് ആര്യ സമാജം സ്ഥാപിച്ചതാര്? ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻസ് രാജാറാം മോഹൻ റായ്, ദയാനന്ദ സരസ്വതി, മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ. ആൻസർ ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്നത്തെ പാർട്ടോടുകൂടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പൂർത്തിയാക്കണം. പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആണ്. ഈ 2 ക്ലാസ്സുകളിലായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.